Hello everyone, welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിന്റെ റെസിപ്പി നോക്കാം. കട്ട്ലേസ്, ചിക്കൻ കട്ട്ലേസ്. മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? ഇന്ന് നമുക്ക് ഈ അടിപൊളി കട്ട്ലേസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കിയാലോ. ചിക്കനാണിത്, ചിക്കൻ കീമ. ഇത് 1/2 കിലോ ആണ്. ചിക്കൻ 1/2 കിലോ എടുത്തിട്ട് ബ്ലെൻഡറിൽ മിക്സറിൽ അല്ലെങ്കിൽ അരച്ചെടുത്താലും മതി. അങ്ങനെ 1/2 കിലോ ചിക്കൻ്റെ കീമ. പിന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. 1/2 നാരങ്ങയുടെ നീര്. പിന്നെ 1/4 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന ഇല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ പൊരിക്കാനായിട്ട് ആവശ്യമുള്ളത് 2 എഗ്ഗാണ്, 2 മുട്ട. പിന്നെ ആവശ്യത്തിന് ബ്രെഡ് ക്രംസ്. ഇതൊക്കെയാണ് നമുക്ക് കട്ട്ലേസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ 3 ബ്രെഡും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ അമർത്തിയിട്ട് ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് കയ്യിലെടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് പിഴിഞ്ഞ് കളയാം. ഇതുപോലെ നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ടത് പിഴിഞ്ഞ് കളയണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആ ചിക്കൻ്റെ കീമ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ മസാലപ്പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിയില, പുതിന ഇല. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത ബ്രെഡും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ കീമയും മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പാകാക്കി. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ശരിയാക്കി എടുക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അത് 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മിക്സ്ചർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് അത്യാവശ്യം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള നമുക്ക് കുറച്ച് മിക്സ്ചർ കയ്യിലെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കേണ്ടതല്ല, ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് പരത്തേണ്ടതാണ്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുക. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്കിങ്ങനെ 2 കൈ കൊണ്ടും ഇങ്ങനെ പരത്തിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു വലുപ്പമാക്കി എടുക്കണം. മുകളിലൊക്കെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് കട്ടി ഇല്ലാത്തത് കൊണ്ട് എന്നാൽ കുറച്ച് കട്ടി വേണേനും. അതുപോലെയാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഇതാ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യാം. അത്യാവശ്യത്തിനൊരു വലുപ്പത്തിന് നമുക്കിങ്ങനെ 2 കൈ കൊണ്ടും പരത്തിയെടുക്കാം. ഇതാ ഇത്രയും മതി. ഇത്രയും മതി. ഇങ്ങനത്തെ ഒരു കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. നമ്മൾ കട്ട്ലേസ് ഒരെണ്ണം റെഡിയാണ്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ബാക്കിയുള്ള കട്ട്ലേസും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ കട്ട്ലേസ് എല്ലാം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇത് പിന്നെ മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ യെല്ലോയും എടുക്കാം, യോക്ക് എടുക്കാം. ഇനി ഒരു കട്ട്ലേസ് എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഇങ്ങനെ ഒപ്പിക്കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ എണ്ണയൊക്കെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അമർത്തിയിട്ടൊക്കെ വേണം ഇതൊരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗത്ത് 4 മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗം തിരിച്ചു കൊടുക്കാം. 2 ഭാഗവും 4 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ 4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കട്ട്ലേസ് റെഡിയാണ്. നമുക്ക് ഇത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കട്ട്ലേസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ വെറൈറ്റി ഒരു കട്ട്ലസ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, ഇഫ്താറിനൊക്കെ പറ്റിയ ഡിഷാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.